അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വിഷയം പറഞ്ഞിരുന്നു, പുറത്തേക്കിറങ്ങാൻ പേടി. അതുപോലെ തന്നെ പേടിയുള്ള ഒരു സംഭവമാണ് ഈ വസ്വാസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പേടി മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെയുള്ള ഒരു പേടിയാണ് നായയെ കണ്ടാൽ പേടി. ചില ആളുകൾ നായയെ കണ്ടാൽ ബൈക്ക് നിർത്തിയിടുന്നു. ചില ആളുകൾ ഈ പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ പല ആളുകളും എന്നോട് പറയാറുണ്ട്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുള്ളതാണ്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. ഇന്ന് ഒരാൾ എന്നോട് മെസ്സേജ് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ പലർക്കും ഉപകാരപ്പെടുന്ന, പലർക്കും അറിയാൻ ആവശ്യമുള്ള, എന്നാൽ എല്ലാവരുടെ അടുക്കൽ നിന്നും കേൾക്കാത്ത വിഷയങ്ങളാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോൾ. കാരണം ഒരാൾക്ക് ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അള്ളാഹു അത് കബൂലാക്കിയാൽ നമുക്കത് വിജയിക്കാൻ ഒരു കാരണമായേക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. പറഞ്ഞു വരുന്നത്, നായയെ കണ്ടാൽ പേടി. നായ എവിടെയോ നിൽക്കുന്നു, എന്നാൽ അതിനെ കണ്ടാൽ പേടി. ഒരു നായ നടന്നിങ്ങനെ വരുന്ന സമയത്ത് ആ നായ അതിലൂടെ പോയാൽ പിന്നെ ആ ഭാഗം ക്രോസ് ചെയ്ത് കടക്കാൻ പേടി. അവിടെ നജസായി. ഇനി ഞാൻ അതിലൂടെ ക്രോസ് ചെയ്ത് കടന്നാൽ അവിടെ ആകെ നജസായി. എൻ്റെ ശരീരം നജസാകും, എൻ്റെ ചെരുപ്പ് നജസാകും, ഞാൻ പിന്നീട് നടക്കുന്ന സ്ഥലത്തൊക്കെ നജസ്, ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോയാൽ നജസ്. അങ്ങനെ നായയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പേടിക്കുന്ന ആളുകളോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസവും നമ്മൾ ആ വിഷയം ഓർമ്മപ്പെടുത്തിയതാണ്. എന്തിനാണ് ഉസ്താദെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്? എല്ലാവരും എല്ലാ വീഡിയോകളും കാണണമെന്നില്ല, ഒന്ന്. അതുപോലെ തന്നെ ഒരു കാര്യം പലവട്ടം പറയുമ്പോഴാണ് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുക. അതുപോലെ തന്നെയാണ് ചില ആളുകൾക്ക് ചില വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പം ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് വീണ്ടും പറയുന്നു, നായയുമായി ബന്ധപ്പെട്ട നജസില് പലരുടെയും സിറ്റ് ഔട്ടിൽ നായ കയറാറുണ്ട്, ഇന്റർലോക്കിൽ നായ കയറാറുണ്ട്, വീട്ടിന്റെ മുറ്റത്ത് നായയുടെ ശല്യം എപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രയാസം പറയുന്ന ആളുകൾ, ഇവരൊക്കെ ഈ ഒരു സംശയം, ഇങ്ങനെ കയറുന്നുണ്ട് അല്ലെങ്കിൽ അത് നനവോടുകൂടെ ആയിരിക്കും എന്ന സംശയത്തിലാണ് ഈ ഒരു വസ്വാസുമായി കൊണ്ട് നടക്കുന്നത്. നായയുമായി ബന്ധപ്പെട്ട നജസിലും അല്ലാത്തതിലും 100% ഉറപ്പുണ്ടെങ്കിലാണ് നമുക്ക് ഷാഫിഈ മദ്ഹബിൽ അത് നജസായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. നമ്മുടെ കിതാബുകളിൽ കാണാം, ഫത്തുഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ കാണാം, ഒരു നായ, കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു നായ ഒരു പാത്രത്തിന്റെ ബക്കറ്റിന്റെ അടുക്കൽ നിൽക്കുന്നു. ആ ബക്കറ്റിൽ വെള്ളമുണ്ട്, ബക്കറ്റിലെ വെള്ളം ഇളകുന്നുമുണ്ട് എന്നും വെക്കാം. ആ നായ, ഈ നിൽക്കുന്ന ബക്കറ്റിൽ നിന്ന് നായയുടെ തലഭാഗം ഇവിടെ നിൽക്കുന്നുണ്ട്. നായയുടെ തലഭാഗത്ത് നനവുണ്ട്, നായയുടെ തലഭാഗത്ത് നനവുണ്ട്, ബക്കറ്റിലും വെള്ളമുണ്ട്. ശരിക്കും ആ രംഗം കണ്ടാൽ, ഈ ഒരു പാത്രവും നായ നിൽക്കുന്നതും കണ്ടാൽ ശരിക്കും മനസ്സിലാകും, ആ നായ ആ ബക്കറ്റിൽ അല്ലെങ്കിൽ ആ പാത്രത്തിൽ തലയിട്ട് ഇപ്പോ ഉയർത്തിയതേ ഉള്ളൂ, അതിന്റെ അടയാളമാണ് ആ കാണുന്നത് എന്ന് ശരിക്കും നമുക്ക് തോന്നും. എന്നാൽ ആ നായ ബക്കറ്റിലേക്ക് തലയിടുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ആ നായയെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ബക്കറ്റിലുള്ള വെള്ളത്തെ നമ്മൾ ഒഴിവാക്കരുത്, വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത് എന്ന് പഠിപ്പിക്കുന്നത് ആണ് ഇസ്ലാം മതം. അതാണ് ഷാഫിഈ മദ്ഹബ് നമ്മോട് പഠിപ്പിക്കുന്നത്. അപ്പോ ഉറപ്പില്ലാത്ത വിഷയത്തിൽ പലരും എന്നോട് സംശയം ചോദിക്കുന്നത്, നായ കയറിയിട്ടുണ്ടെന്ന് സംശയമാണ് ഉസ്താദെ, നനവുണ്ടോ ഇല്ലേ എന്ന സംശയത്തിലാണ് ഉസ്താദെ, ഞാൻ എന്താണ് ചെയ്യുക, ഞാൻ 7 വട്ടം കഴുകണോ? സംശയമാണോ, അതിനെ നമ്മൾ പാടെ ഒഴിവാക്കണം. നമ്മൾ അത് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് അവിടെ കുറ്റമില്ല. കാരണം സംശയമുള്ളത് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഒരിക്കലും നജസ് എന്ന് വിധിക്കാൻ നമുക്ക് അവകാശമില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ അനുമാനം. പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മളത് കഴുകുക. അതല്ല എങ്കിൽ, അതും നായയുടെ നജസ് വേറൊരു സ്ഥലത്തേക്ക് ആവണമെങ്കിൽ, ഒരാൾ നായയെ എടുത്തു എന്ന് വിചാരിച്ച് അയാളുടെ ശരീരത്തിൽ നജസ് ആവണമെന്നില്ല. ആ എടുക്കുന്ന സമയത്ത് അയാൾ നജസിനെ ചുമന്നു, ഇനി അയാൾ അവിടെ വെച്ചു, ആ സമയത്ത് നായയുടെ ശരീരത്തിൽ നനവില്ല, ആ എടുത്ത ആളുടെ കയ്യിലോ ശരീരത്തിലോ ഒന്നും നനവില്ല എങ്കിൽ അവിടെ അയാളുടെ ശരീരത്തിലേക്ക് നായയുടെ നജസ് എത്തിയിട്ടില്ല. നനവുണ്ടെങ്കിൽ മാത്രമാണ് നായയുടെ നജസ് മറ്റൊരു ഭാഗത്തേക്ക് ആവുകയുള്ളൂ. ഒരു സിറ്റ് ഔട്ടിലേക്ക് നായ കയറി, നായയുടെ കാലും നനവില്ല, സിറ്റ് ഔട്ടിൽ നനവില്ല, സിറ്റ് ഔട്ട് ഒരിക്കലും കഴുകേണ്ട ആവശ്യമില്ല.
അതുപോലെ തന്നെയാണ് എടുത്താലും എല്ലാം തൊട്ടാലും എല്ലാം നായയുമായി ബന്ധപ്പെട്ട നജസ് ആകുന്നത് അത് നനവോടുകൂടെ ആവണം എന്നുള്ളതാണ്. അതും നമ്മൾ നനവോടുകൂടെ ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലാണ് ആ ഒരു വിഷയത്തിൽ നജസ് ഉള്ളൂ. പിന്നീട് ആ സ്ഥലം തൊട്ടാൽ അത് നനവോടുകൂടെ തന്നെയാണ് തൊടുന്നതെങ്കിൽ വീണ്ടും നജസ് പുരളുന്നു. എന്നാൽ ഉണങ്ങിയതിന് ശേഷം നേരത്തെ നായ കയറിയ സ്ഥലമായിരുന്നു അവിടെ നീ കയറിയല്ലോ, അതുകൊണ്ട് നീ 7 വട്ടം കാല് കഴുകണം എന്നൊരിക്കലും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ആ സ്ഥലം നനവുണ്ടോ, ഇവന്റെ കാല് നനവുണ്ടോ എങ്കിലാണ് പ്രശ്നമുള്ളൂ. രണ്ടാലൊരു ഭാഗത്തെങ്കിലും നനവുണ്ടെങ്കിലാണ്, അതും നായയുടെ നജസ് നനവോടുകൂടെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പ്രയാസം സൃഷ്ടിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നായയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം പറയാനുള്ളത്, നായ ചവിട്ടിയ സ്ഥലം, കഴുകൽ നിർബന്ധമായ സ്ഥലം 7 വട്ടം കഴുകണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളമാവണമെന്ന് ഫുഖഹാക്കൾ പറയുമ്പോൾ പലരും മണ്ണ് കലക്കിയ മണ്ണടക്കമുള്ള വെള്ളം ഒഴിക്കണം, അതൊക്കെ ഒരുപാട് റിസ്ക് ആണ്, അതുകൊണ്ട് കഴുകാത്ത പല ആളുകളുമുണ്ട്. മണ്ണ് കലക്കിയ വെള്ളമാണ് ഒഴിക്കേണ്ടത്, അല്ലാതെ മണ്ണ് ഒഴിക്കണം എന്നല്ല പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. മണ്ണ് കലക്കിയ വെള്ളമാണ് അവിടെ ആ സ്ഥലത്ത് ഒഴിക്കേണ്ടത് എന്നുകൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് നായയെ കണ്ടാൽ പേടിക്കുന്നവർ ഉറപ്പുണ്ടെങ്കിൽ മാത്രം, നായ എന്നെ ചാരിപ്പോയി, എൻ്റെ ശരീരത്തിൽ അതിൻ്റെ വാല് തട്ടി, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അതൊക്കെ നനവുണ്ടെങ്കിൽ മാത്രമാണ് പ്രയാസം സൃഷ്ടിക്കുകയുള്ളൂ. അള്ളാഹു എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള വസ്വാസുകളും മാറ്റി ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.